Good morning everyone. So in the job employment related vocabularies അല്ലെങ്കിൽ അതിൻ്റെ phrases okay ഒരു advanced ലെവലാണ് നോക്കാൻ പോകുന്നത്. First of all, to hand in your notice. Hand in your notice. So in ആണ് okay hand in കൊടുക്കുക. To give your boss written notification of your resignation. Notice കൊടുക്കുന്നതിനെ hand in എന്ന് പറയുന്നു. He handed in his notice at the bank and ruined his promising career. So ruined, spoiled his promising ആയ career. So ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു കരിയർ പ്രോമിസിങ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. Okay, fine. So hand in your notice to give your boss written notification of your resignation. Now calling. Strong calling എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് വിഷാണ്. ഓക്കെ, ഐ എം ഗ്ലാഡ് ഷീ ഈസ് ഗോയിങ് ഇൻ ടു മെഡിസിൻ. ഇറ്റ്സ് എ വെരി വർത്തി കോളിംഗ്. ഓക്കെ, കോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്ട്രോങ് വിഷ് ടു ഡു എ ജോബ്, സ്പെഷ്യലി വൺ ദാറ്റ് ഈസ് സോഷ്യലി വാല്യുബിൾ. സോ സ്ട്രോങ് വിഷ് വേണം, അല്ലെങ്കിൽ സോഷ്യലി വാല്യുബിൾ ആയതിനെയാണ് പറയുന്നത് കോളിംഗ്. Okay, I am glad she is going into medicine. It's a very worthy calling. Next word എന്ന് പറയുമ്പോൾ drudgery. Drudgery എന്ന് പറയുമ്പോൾ വളരെ, അതായത് donkey work എന്നൊക്കെ പറയും. Hard, monotonous എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റിംഗ് റൊട്ടീൻ വർക്കാണ്. ഓക്കെ, ബോറിംഗ് ആയ വർക്കിനെയാണ് drudgery എന്ന് പറയുന്നത്. It was the drudgery of my office job that made me decide to change my career. It was the drudgery of my office job that made me decide to change career. Okay. So, see, adjectives use ചെയ്തത് കണ്ടോ? Promising career, changing career, change career. Now, black leg. അതായത് എല്ലാവരും സ്ട്രൈക്കിന് പോകുമ്പോൾ ചിലവർ ഓൺ സ്ട്രൈക്ക് എല്ലാവരും സ്ട്രൈക്കിന് പോകുമ്പോൾ ചിലർ മാത്രം വർക്ക് ചെയ്യാൻ പോകും. സോ അവരെ ആർക്കും ഇഷ്ടപ്പെടില്ല. അവരെയാണ് ബ്ലാക്ക് ലെഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എ പേഴ്സൺ ഹു കണ്ടിന്യൂസ് വർക്കിംഗ് വൈൽ ഫെലോ വർക്കേഴ്സ്, സോ അസോസിയേറ്റ്, കമ്പാനിയൻസ് അല്ലെങ്കിൽ കൊളീഗ്സ്. അസോസിയേറ്റ്സ് അല്ലെങ്കിൽ കൊളീഗ്സ്, ഫെലോ വർക്കേഴ്സ് സിനോണിംസ് ആയിട്ട് വരും. ഓൺ സ്ട്രൈക്ക് ആണ്. ഓക്കെ, the blacklegs who arrived to their work were harassed by crowds of workers. The blacklegs who arrived to their work, അവർ വീണ്ടും വന്നു. ഓക്കെ, now glass ceiling. So മൂവീസിലൊക്കെ ഉള്ള ഡയലോഗ്സ് ആണ് ഗ്ലാസ് സീലിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാം. മലയാളം മൂവീസിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട്. സോ ഗ്ലാസ് സീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലിമിറ്റിന് അപ്പുറത്തേക്ക് പ്രൊമോഷൻ കിട്ടാത്തതിനാണ് ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ഇട്ട ഡയലോഗ് ഒന്നുമല്ല, അതൊരു വൊക്കാബുലറി ആണ്. ഓക്കെ, ഹന്ന ന്യൂ ഷി വുൾ നെവർ ബി പ്രൊമോട്ടഡ്, ഷി വുൾ നെവർ ഗെറ്റ് ത്രൂ ദ ഗ്ലാസ് സീലിംഗ്. സോ നേരത്തെ പറഞ്ഞിരുന്നു, ഗെറ്റ് ത്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ, ഒരു ഭയങ്കര മോശപ്പെട്ട ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നതിനാണ് ഗെറ്റ് ത്രൂ ദ ഗ്ലാസ് സീലിംഗ്. അതിൽ കൂടെ പുറത്ത് കിടക്കാൻ പറ്റില്ല ആ ഗ്ലാസ് സീലിംഗ്. സോ എസ്പെഷ്യലി ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൺ മെന്നുമായിട്ട് ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉള്ളപ്പോൾ വുമൺ ഒരിക്കലും ഒരു പെർട്ടിക്കുലർ ഹൈറ്റിനേക്കാൾ മുകളിലേക്ക് പോകാൻ പറ്റില്ല. അതിനെയാണ് ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. ഹന്ന ന്യൂ ഷി വുഡ് നെവർ ബി പ്രൊമോട്ടഡ്, never be promoted, she will never get through the glass ceiling. A social discriminatory barrier, a societal discriminator barrier to advancement നടക്കുന്ന ഒരു ബാരിയർ ആണ് ഡിസ്ക്രിമിനേറ്ററി ബാരിയർ. വുമൻസ് എസ്പെഷ്യലി അത് കൺസിഡർ ചെയ്യുന്ന വുമൺ അല്ലെങ്കിൽ മൈനോറിറ്റീസിൻ്റെ ബേസ്ഡ് ആണ്. നൗ ബി അണ്ടർ സ്ട്രെയിൻ. സോ മെൻ്റൽ പ്രഷർ, അണ്ടർ സ്ട്രെയിൻ എന്ന് പറയുമ്പം എന്തുവാണെങ്കിലും ഒരു അണ്ടർ എന്ന് വെച്ചാൽ ഒരു പ്രഷർ കൺസിഡർ ചെയ്യാം. അണ്ടർ സ്ട്രെയിൻസ് എന്ന് വെച്ചാൽ മെൻ്റൽ പ്രഷേഴ്സ് ഓർ വറി. ദിസ് വേ കമ്പനീസ് ദാറ്റ് ഹാവ് ഓപ്റ്റഡ് ഇൻ വിൽ നോട്ട് ബി അണ്ടർ സ്ട്രെയിൻ. ദിസ് വേ കമ്പനീസ് ദാറ്റ് ഹാവ് ഓപ്റ്റഡ് in will not be under strain.
ഈ രീതിയിൽ കമ്പനിക്ക് കുഴപ്പമില്ല. മൂൺ ലൈറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ജോബ്സ് ചെയ്യുന്നവരെയാണ് മൂൺ ലൈറ്റർ എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹൂ ഹോൾഡ്സ് എ സെക്കൻഡ് ജോബ് ഇൻ അഡീഷൻ ടു ദിയർ മെയിൻ ജോബ് യൂഷ്വലി ആഫ്റ്റർ അവേഴ്സ്. ജോലി കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ജോലിയും കൂടെ ഉള്ളതിനാണ് പറഞ്ഞത് മൂൺ ലൈറ്റർ. There is a teacher who was moonlighting, moon ing ഉണ്ട്, as a tax driver. എന്തായിട്ടാണ്? ടാക്സ് ഡ്രൈവർ. ആസ് എ ടാക്സ് ഡ്രൈവർ, moonlighter. To crack the whip, അതായത് to make someone work harder by threatening them. ചുമ്മാ ഒന്നുമല്ല, നല്ല പേടിപ്പിച്ചിട്ട് വർക്ക് ചെയ്യുന്നതിനാണ് to crack the whip. വിപ്പിംഗ് ക്രീമി അറിയാമല്ലോ, ഇങ്ങനെ വർക്ക് ഇങ്ങനെ അടിച്ചടിച്ച് അല്ലെ ത്രെട്ടൻ ചെയ്യുക, അടിച്ചടിച്ചടിച്ച് വലുതാക്കുന്നതിനാണ് വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത്. ടു ക്രാക്ക് ദ വിപ്പ്. വി ഫിനിഷ് ദ പ്രൊജക്ട് ഓൺ ടൈം ബട്ട് ഓൺലി ബിക്കോസ് ഐ റിയലി ക്രാക്ക് ദ വിപ്പ്. ക്രാക്ക് ദ വിപ്പ്. മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ട് കാണില്ല, വർക്ക് ചെയ്തവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കൂടെ വർക്ക് ചെയ്തവർക്ക് ഇഷ്ടപ്പെട്ട് കാണാനില്ല. To crack the whip. We have finished the project on time, but only because I really cracked the whip. Now, next one എന്ന് പറയുമ്പോൾ gender pay gap. So, ഒരു ഡിഫറൻസ് ഉള്ളതിനാണ് the difference between the amounts of money paid to women and men. So, gender gap എപ്പോഴും എല്ലാവരുടെയും കാണാറില്ലേ. The government's aim is to help a woman to know whether or not their employer has a gender pay gap. Gender pay gap. So എല്ലാവർക്കും അത് അറിയണമെന്ന് പോലും ഇല്ല അല്ലേ, gender pay gap. Now career prospects. She was proud of her daughter's intelligence and her career prospects in journalism. So എല്ലാത്തിനും വളർച്ചയുണ്ടോ? എല്ലാ ജോലികൾക്കും വളർച്ചയുണ്ടോ? ഓക്കെ, ഉണ്ട്. So career prospects in journalism. ഫീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഫീ ഒക്കെ. ദി സ്റ്റുഡൻസ് ആർ ഹോൾഡിംഗ് എ ഡെമോൺസ്ട്രേഷൻ. കണ്ടക്ടിങ് എന്നുള്ളതിൻ്റെ പോലെയാണ്. ഹോൾഡിംഗ് എ ഡെമോൺസ്ട്രേഷൻ ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഇൻക്രീസ് ഇൻ ദിയർ ഫീസ്. ഞാൻ ടെലിവർക്കേഴ്സ് എന്ന് വെച്ചാൽ വീട്ടിൽ ജോലി ചെയ്യുന്നത്. someone who works at home and communicates with their office by phone, email or internet. Quitting the office, example എന്ന് പറയുമ്പോൾ quitting the office to be a home teleworker, spelling നോക്കാം, is getting, തന്നെ ഒരു essay question ആണ്. ഓക്കെ, teleworker is getting, ഈ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് കേട്ടാം. quitting the office to be a home worker is getting easier and more attractive as the technology advances. To be snowed under, അതായത് ഭയങ്കര ഒരു വല്ലാത്തൊരു ഇമോഷൻ, സ്ട്രോങ് ഇമോഷൻസിനെയാണ് പറയുന്നത്. സാറ ഗോട്ട് സ്നോ അണ്ടർ ബൈ ദ ഹ്യൂജ് പൈൽ ഓഫ് പേപ്പർ. ഇഷ്ടംപോലെ പേപ്പർ വർക്ക് കൊടുത്ത് ആ പ്രഷർ, ആ ഒരു അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ. ടു ബി ഓവർവെൽഡ് സ്പെഷ്യലി വിത്ത് പേപ്പർ വർക്ക്. ടു ബി സ്നോഡ് അണ്ടർ. ഓക്കെ, സ്നോഡ് അണ്ടർ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ പേപ്പർ വർക്ക്. ഓക്കെ, അതിനാണ് ടു ബി സ്നോഡ് അണ്ടർ എന്ന് പറയുക. അതായത് ഒരു കുന്നോളം ഫയൽസ് ഉണ്ടാവും, ഗവൺമെൻറ് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാം ടു ബി സ്നോഡ് അണ്ടർ. പക്ഷെ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. എക്സ്പെക്റ്റഡ് ടു ബി സ്നോഡ് അണ്ടർ ഹ്യൂജ് പൈൽസ് ഓഫ് പേപ്പർ വർക്ക്. നൗ പെക്കിംഗ് ഓർഡർ. People that have the right or benefit to receive promotion before others. Pecking order. So ചിലവർക്ക് അവരുടെ റൈറ്റ്, they have the right or benefit to receive a promotion before the others. So there is a clearly established pecking order in this office. അപ്പം നമുക്ക് ഇപ്പോൾ ഈ അടുത്തൊന്ന് നോക്കിയാൽ പ്രൊമോഷൻ കിട്ടില്ല, പെക്കിംഗ് ഓർഡർ അവിടെ കിടപ്പുണ്ട് അല്ലേ. നൗ ക്ലോസ് നിറ്റ്. വർക്കിംഗ് ഇൻ എ ക്ലോസ് റിലേഷൻഷിപ്പ്. എവ്രി വൺ വർക്ക് ഇൻ, അതായത് ക്ലോസ് നിറ്റ് ഫാമിലി എന്നൊക്കെ പറയാം. ക്ലോസ് നിറ്റ് ടീംസ് ആൻഡ് ആസ് എ റിസൾട്ട് ഇൻഫോർമേഷൻ ഫ്ലോസ് വിത്തിൻ ദ കമ്പനി. അതുകൊണ്ടാണ് ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യുന്നത് വിത്തിൻ ദ കമ്പനി. സിംഗിൾ വേർഡാണ് വിത്തിൻ. നൗ ഗോ ഫോർ. Someone whose jobs involves running various errands. ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യണം. പ്യൂണ് ഒക്കെ കൺസിഡർ ചെയ്യാം. ഓക്കെ,
A gopher in an office might deliver messages and fetch coffee. അതായത് ഒരു പ്യൂണായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഗോഫർ എല്ലാ കാര്യങ്ങളും ചെയ്യും. Entrepreneur. He was the one of the entrepreneurs of the 80s who made their money in property. One of them യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും എസ് വേണം. Okay. Now recruitment. The recession has forced a lot of companies to cut down on graduate recruitment. Now to get the sack എന്ന് വെച്ച് കഴിഞ്ഞാൽ to be dismissed from your job. ആ സാക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കുന്നതിനെയാണ് പറഞ്ഞത് to get the sack. He was always coming late, so eventually they sacked him. Okay, dismiss ചെയ്യുക, sacked him. So ഇനിയിപ്പോൾ dismiss ചെയ്യുക എന്ന് പറഞ്ഞതിന് പറയുന്നത് sack ചെയ്യുക. Okay, sacked from job. They sacked him to get the sack. He was always coming late, so eventually അതുകൊണ്ട് മാത്രമാണ് so eventually. Psychometric test. The psychometric test showed I had a good sense of space. അതായത് a test that is designed to show someone's personality, mental ability, opinions, അതിനൊക്കെയാണ് psychometric test എന്ന് പറയുന്നത്. ചിലപ്പം ഒരുവിധ കമ്പനീസ് വെദർ ഓർ നോട്ട് എംപ്ലോയ് സമ്മൺ ജോലി കൊടുക്കണമെങ്കിൽ സൈക്കോമെട്രിക് ടെസ്റ്റ് ചെയ്യുന്ന കമ്പനീസും ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.